എന്താ തണുപ്പ് അല്ലേ? രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. ഈ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടോ മുറ്റത്തെല്ലാം നിറയെ മഞ്ഞാണ്. അടുത്തുള്ള വീട് പോലും കാണുന്നില്ല. പിന്നെ കുറേ കിളികളുടെ ഒച്ചയും കേൾക്കാം. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കിളികളുടെ ഒച്ചയൊക്കെ കേട്ട് ഞാനിങ്ങനെ കോലായിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർത്തത് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, രാവിലെ എന്താ ഉണ്ടാക്കാൻ, മോനുവിന് പരീക്ഷയ്ക്ക് പോകണ്ടേ, അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പം നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഉപ്പിട്ട് ഒരു 4 മുട്ട പുഴുങ്ങാൻ വെച്ചു. അതായി വരുന്ന നേരത്തിന് നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഇത് കണ്ടോ, ഇവയ്ക്കിത് എന്നും ഉള്ള പണിയാണ്. നമ്മുടെ ജനലിൽ വന്ന് ഇങ്ങനെ കൊത്തും. ഒരു ദിവസം ഞാൻ വിചാരിച്ചു അകത്ത് കയറാനുള്ള പൂതി കൊണ്ടായിരിക്കും ജനൽ തുറന്നു കൊടുത്തു. അവൾ കയറത്തില്ല, അടച്ചിടുമ്പോൾ മാത്രം ജനലിൽ വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മുട്ട എന്തായാലും ഇവിടെ ആവട്ടെ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കാം. കുറച്ച് മതി, ഒരു 1/2 സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരയണം കേട്ടോ. പുറത്തിങ്ങനെ വരഞ്ഞിട്ട് ആ മുട്ട ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ എരിവും ഉപ്പും എല്ലാം അതിലേക്കൊന്ന് പിടിക്കട്ടെ. അതുവരെ ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. തണുപ്പായതുകൊണ്ട് എണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സവാള, മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് കുഞ്ഞു അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടാം. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. ഇത് പേസ്റ്റാണ് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ചതച്ചെടുക്കുമായിരുന്നു ചെയ്തത്. പേസ്റ്റാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കിട്ടണം. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വഴറ്റണം. അതൊന്ന് അവിടെ ആവട്ടെ. ആ നേരം നമുക്കൊരു ജാറിലേക്ക് ഒരു 2 പിടി തേങ്ങ, ഒരു 4-5 കാഷ്യൂ എടുത്ത് നല്ല മഷി പോലെ അരച്ച് വയ്ക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴണ്ടി വരണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വിടണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെക്കണം, എല്ലാം കൂടി കരിഞ്ഞു പോകരുത്. അപ്പം നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നല്ല മഷി പോലെ അരയണം കേട്ടോ. അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് പച്ചമണം മാറാൻ വേണ്ടി കുറച്ച് നേരം ഒരു 1-2 സെക്കൻഡ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് മുട്ടയിടാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട്, ഒരു മുട്ട പൊട്ടിപ്പോയി ഞാൻ പൊളിച്ചപ്പോൾ, അത് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ എന്തായാലും ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചാറൊക്കെ കുറുകി ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇറക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. ചോറിൻ്റെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റാണ്. പക്ഷേ ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിൻ്റെ കൂടെയും സൂപ്പറാണ്. ഇപ്പോൾ ഒരു കറിവേപ്പിലയൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ പോകാം. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു 2 പിടി തേങ്ങ ചിരവിയത്, ഒരു വലിയ സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, നമ്മൾ ഉപ്പ് നനച്ച് വെച്ച പൊടിയിലേക്ക് തേങ്ങ ചിരവിയതും ക്യാരറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ക്യാരറ്റ് പുട്ട് റെഡിയായി. അപ്പോൾ പുട്ടുണ്ടാക്കി. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുട്ടും മുട്ടക്കറിയും കൂടി കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തു നോക്കാം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അവളോട് തന്നെ ചോദിക്കാം. ഇവിടെ ഞാനുണ്ടാക്കുന്ന ഫുഡിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കി പറയുന്ന ആളാണ്. എന്തായാലും കൊടുത്തു നോക്കാം. കൊള്ളാവോ? ചൂടാ? മുട്ട ചൂടാ? ഊത്.